കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമയ ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ സ്വയംപ്രഭയുടേതാണല്ലോ ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ ലോകത്തിൽ ഭക്തന്മാർക്ക് കഥാശ്രവണം സാധിക്കാൻ വേണ്ടിയിട്ട് ആണ് നാശരഹിതനായിട്ടുള്ള ഭഗവാൻ അവതരിച്ചിരിക്കുകയാണെന്നാണ് ചില ആൾക്കാർ പറയുക, അല്ലേ? ചിലരങ്ങനെ പറയും. പലരും പലതരത്തിലാണ് ഭഗവാന്റെ അവതാരത്തിനെ പറ്റി പറയണത്. അതാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ചിലർ പറഞ്ഞു കഥാശ്രവണം കൊണ്ട് ഭക്തിയിൽ വർദ്ധിക്കാനും അങ്ങനെ എല്ലാവരുടെയും ഭക്തി വർദ്ധിപ്പിക്കാനാണ് ഭഗവാൻ മനുഷ്യാവതാരം എടുത്ത ദശരഥൻ്റെ മകനായി അവതരിച്ചതെന്ന് ചിലർ പറയുന്നുണ്ട്. പിന്നെ ദശരഥൻ്റെ തപസ്സിൻ്റെ ഫലം നൽകാനാണ് ഭഗവാൻ ദശരഥൻ്റെ മകനായി ജനിച്ചത് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് കൗസല്യാദേവി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് മകനായി ജനിച്ചതെന്ന്. ചിലർ പറയുന്നുണ്ട് ദുഷ്ടരാക്ഷസന്മാരെ ഒക്കെ വധിച്ച് ഭൂഭാരത്തെ തീർക്കാനാണ് ബ്രഹ്മദേവൻ ചെയ്ത പ്രാർത്ഥന അനുസരിച്ചിട്ടാണ് മനുഷ്യനായി അവതരിച്ച പറയുന്നുണ്ട്. എങ്ങനെയാലും ഈ ആരാണ് ഭഗവാന്റെ കഥകളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യണേ? അവർ ഈ സംസാര സാഗരത്തെ സുഖമായിട്ട് തരണം ചെയ്യണു, അല്ലെങ്കിൽ അവരെ ഈ സംസാര സാഗരത്തെ സുഖമായി കടത്തിവിടും അങ്ങയുടെ പാതാരവിന്ദം. കടത്തിവിടുന്ന തോണിയാണ് അങ്ങയുടെ പാതാരവിന്ദം എന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ ഈ നിന്തിരുവടിയുടെ ഭഗവാന്റെ മായെന്നുണ്ടായിട്ടുള്ള സത്വരജസ് തമോ ഗുണങ്ങളുടെ സംബന്ധം കൊണ്ടാണ് എല്ലാവർക്കും ദേഹാഭിമാനം ഉണ്ടാവണത്, അല്ലേ? ഞാൻ എന്നുള്ള വിചാരേ, ഞാൻ ദേഹമാണെന്നുള്ള വിചാരവും ഈ മായയിലത്തെ സത്വരജസ് തമോ ഗുണങ്ങളുടെ സംബന്ധം കൊണ്ടാണ്. എന്നാൽ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ഇതിനൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ ഗുണാതീതനുമാണ്, അല്ലേ? വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് എങ്ങനെയാണ് സ്തുതിക്കാൻ കഴിയുക? ഇങ്ങനെ ബാണചാപങ്ങളും ധരിച്ച് സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോടും സുഗ്രീവാദികളോടും കൂടിയിരിക്കുന്ന ഈ രഘുത്തമനെ ഞാനിതാ നമസ്കരിക്കണു. എനിക്കല്ലാത്ത ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ സ്തുതിക്കപ്പെട്ടവനും ഇങ്ങനെ നമസ്കരിക്കുന്ന എല്ലാവരുടെയും സകല സന്താപങ്ങളെയും ഇല്ലാതാക്കുന്നവനും പ്രസന്നവദനുമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അപ്പോൾ ഇങ്ങനെ ഈ സുപ്രഭ പറഞ്ഞപ്പോൾ ആ സുപ്രഭയോട് ചോദിച്ചു, എന്താ അപ്പം നിനക്ക് ശരിക്കും ഇപ്പം എന്നെ കാണാമെന്നല്ലോ നിൻ്റെ ശരിക്കും മനസ്സിൽ എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു. അവിടെയാണ് നിർത്തി നമ്മളെ. സാ പ്രാഹരാഘവം ഭക്ത്യാ ഭക്തിം ദേ ഭക്തവത്സല യത്ര കുത്രാഭിജാതായ നിശ്ചലം ദേഹി മേ പ്രഭോ. സാ ഭക്ത്യാ രാഘവം പ്രാഹ. അപ്പോൾ എന്താ നിൻ്റെ മനസ്സിലത്തെ ആഗ്രഹം? എന്തോ നിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇതൊക്കെ നീ പറഞ്ഞു. നിൻ്റെ മനസ്സിൽ എന്താ ആഗ്രഹം ചോദിച്ചപ്പോൾ ഭക്തിപൂർവം ഈ യോഗിനി രാഘവനോട് എന്താ പറഞ്ഞ്? എത്ര കുത്രാഭി ജാതായാഹാമേ, ഏതൊരു ജന്മം എനിക്ക് ലഭിച്ചാലും ഭക്തവത്സല, ഭക്തന്മാരിൽ ഏറ്റവും വാത്സല്യമുള്ള ഭഗവാനെ, തേ നിശ്ചലാം ഭക്തി, അങ്ങയെക്കുറിച്ചുള്ള ഭക്തി, അചഞ്ചലമായ ഭക്തിയെ പ്രഭോ ദേഹി, ഹേ പ്രഭോ നൽകിയാലും ഒന്നിനും മോഹമില്ല. സ്വയംപ്രഭയ്ക്ക് എന്താ പറയണേ? വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞു, ഹേ പ്രഭോ ഭക്തവത്സല, ഞാൻ എവിടെ ജനിക്കുകയാണെങ്കിലും ഏത് യോനിയിൽ ഞാൻ ജന്മമെടുത്താലും ഭഗവാനിൽ ദൃഢമായ ഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഏത് ജന്മത്തിലും എനിക്ക് ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിക്കാൻ ഉള്ള ഭാഗ്യം വേണം. അതേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ പറഞ്ഞു. അത് മാത്രമേ വരം വേണ്ടൂ. സാ പ്രാഹരാഘവം ഭക്ത്യാ ഭക്തിം ദേ ഭക്തവത്സല യത്ര കുത്രാഭിജാതായ നിശ്ചലാം ദേഹി മേ പ്രഭോ. ഇനി 79. ത്വദ്ഭക്തേഷു സദാ സംഗോ ഭൂയാൻ മേ പ്രാകൃതേഷു ന ജിഹ്വാ മേ രാമ രാമേതി ഭക്ത്യാ വദതു സർവദ. എത്ര നല്ല പ്രാർത്ഥന. സ്വയംപ്രഭയുടെ എന്താ പറയണറിയോ? ത്വദ്ഭക്തേഷു, ഭഗവാന്റെ ഭക്തന്മാരിൽ മേ സദാ സംഘം ഭൂയാത്, എനിക്ക് എപ്പോഴും
സംഘമുണ്ടാവട്ടെ. ജനസംസർഗം വേണമെന്ന്. പിന്നെയോ പ്രാകൃതേഷു സംസാരാസക്തൻ, പ്രാകൃതന്മാരിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സംസാരികളായിട്ടുള്ള ആൾക്കാരിൽ സംഘ ന ഭൂയാത്, എനിക്ക് സംഘം ഇല്ലാതിരിക്കണേ അവരായിട്ട്. അതായത് ഈ വളരെ വിഷയികളായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംഘം എനിക്ക് ഇല്ലാതാക്കി തരണം. മേ ജിഹ്വ, എൻ്റെ നാവ് ഭക്തിയോടുകൂടി സർവദാ രാമരാമ ഇതി വദതു, എപ്പോഴും രാമരാമ എന്ന് ജപിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ പറയുമാറാകട്ടെ. വദതു എൻ്റെ നാവുമ്പിൽ എപ്പോഴും രാമനാമം തന്നെ ഉണ്ടാവട്ടെ എന്ന്. എപ്പോഴും ഞാൻ രാമനാമം ജപിക്കാൻ ഇടവരട്ടെ. പിന്നെയോ എനിക്ക് ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. സംസാരികളായിട്ടുള്ള വളരെ വിഷയലോലുപന്മാരായിട്ടുള്ള ആൾക്കാരുടെ, ദുഷ്ടൻ എന്ന് പറയുന്നില്ലെങ്കിലും ഈ അങ്ങനെയുള്ള ആൾക്കാരുടെ സംസർഗം എനിക്കില്ലാതിരിക്കാനും അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അതായത് സജ്ജന സംസർഗം വേണം, ഈ സംസാരികളായിട്ടുള്ള സംസർഗം വേണ്ട. എൻ്റെ നാവിൽ എപ്പോഴും രാമനാമം തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നും പറഞ്ഞു. ത്വദ്ഭക്തേഷു സദാ സംഗോ ഭൂയാൻമേ പ്രാകൃതേഷു. പ്രാകൃതന്മാരെ അത്രേ അർത്ഥമുള്ളൂ. സാധാരണക്കാരെ വെച്ചാൽ വലിയ ഭഗവത് ഭക്തിയൊന്നുമില്ല, എപ്പോഴും വിഷയസുഖങ്ങളുടെ പിന്നാലെ പോണ സംസാരികൾ. പ്രാകൃതേഷു ന ജിഹ്വാ മേ രാമരാമേതി ഭക്തിയാവതതു സർവദാ, ഭക്തിയോടുകൂടി രാമനാമം ജപിക്കാൻ സാധിക്കണം. ഇനി 81 ഒന്നിച്ചാണ് കേട്ടോ. മാനസം ശ്യാമളം രൂപം സീതാലക്ഷ്മണ സംയുതം ധനുർബാണധരം പീതവാസസം മുകുടോജ്വലം അംഗദൈർനൂപുരൈർമുക്താഹാരൈ കൗസ്തുഭകുണ്ഡലൈഃ ഭാന്തം സ്മരതു മേ രാമ വരം നാന്യം വൃണേ പ്രഭോ. വേറൊരു വരം വേണ്ട, പറയാം എന്താ വേണ്ടത്. അംഗദൈഹി, തോൾവളകളും ഇട്ടിട്ട്, നൂപുരൈഹി, കാലിൽ ചിലമ്പിട്ടിട്ട്, മുക്താഹാരൈഹി, മുത്തുമാലകൾ അലങ്കരിക്കപ്പെട്ട്, കൗസ്തുഭകുണ്ഡലേ, കൗസ്തുഭവും രത്നവും കുണ്ഡലങ്ങളും ധരിച്ച്, ഭാന്തം ശോഭിക്കുന്നതും, മുകുടോജ്വലം കിരീടം കൊണ്ട് തിളങ്ങുന്നവനും, പീതവാസസം മഞ്ഞപ്പട്ടു ധരിച്ചവനും, ധനുർബാണധരം വില്ലും ശരവും പിടിച്ചതും, സീതാലക്ഷ്മണ സംയുതം സീതയോടും ലക്ഷ്മണനോടും കൂടിയിരിക്കുന്നവനും, ശ്യാമളം രൂപം ശ്യാമളരൂപത്തോടും കൂടിയ ആ ഭഗവാനെ മേ മാനസം സ്മരതു, എൻ്റെ മനസ്സെപ്പോഴും സ്മരിക്കുമാറാകട്ടെ. പ്രഭോ അന്യം വരം ന വൃണേ, എനിക്ക് വേറെ, ഹേ പ്രഭോ എനിക്ക് വേറെ ഒരു വരവും എനിക്ക് വേണ്ട. ഞാൻ മരിക്കില്ലേ, വേറൊരു വരത്തിന് വേണ്ടി ആഗ്രഹിക്കില്ല. എന്താ പറഞ്ഞ, അംഗതവും നൂപുരവും മുത്തുമാലകളും കൗസ്തുഭവും കുണ്ഡലങ്ങളും ഒക്കെ അണിഞ്ഞ് ശോഭിക്കുന്നതും, കിരീടം കൊണ്ട് ഉജ്ജ്വലിക്കുന്നതും, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നതും, അമ്പും വില്ലും ധരിച്ചിരിക്കുന്നതും, സീതയോടും ലക്ഷ്മണനോടും കൂടിയിരിക്കുന്നതുമായ ഈ ശ്യാമള കോമള രൂപത്തെ എൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും സ്മരിക്കുമാറാകട്ടെ. ഹേ പ്രഭോ രാമ, എനിക്ക് അന്യമായൊരു വരം എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഈ ഒരു വരേ വേണ്ടൂ. അങ്ങയുടെ ഈ മനോഹര രൂപം ഞാൻ എപ്പോഴും സ്മരിക്കുമാറാകട്ടെ. വേറെ ഒരു വരം എനിക്ക് ആവശ്യമില്ല എന്നാണ് സുപ്രഭ പറഞ്ഞത്. മാനസം ശ്യാമളം രൂപം സീതാലക്ഷ്മണ സംയുതം ധനുർബാണധരം പീതവാസസം മുകുടോജ്വലം അംഗദൈർനൂപുരൈർമുക്താഹാരൈ കൗസ്തുഭകുണ്ഡലൈഃ ഭാന്തം സ്മരതു മേ രാമ വരം നാന്യം വൃണേ പ്രഭോ. ശ്രീരാമോവാച. അപ്പോൾ ശ്രീരാമൻ പറയാണ്, ഭവത്വേവം മഹാഭാഗേ ഗച്ഛത്വം ബദരീവനം തത്രൈവ മാം സ്മരന്തി ത്വം ത്യക്ത്വേദം ഭൂതപഞ്ചകം മാമേവ പരമാത്മാനമജിരാൽ പ്രതിപദ്യസേ. അവരം കൊടുക്കും. എന്താ അറിയോ, മഹാഭാഗേ ഏവം ഭവതു, ഹേ ഭാഗ്യവതി അങ്ങനെ തന്നെ ഭവിക്കട്ടെ. തഥാസ്തു. ത്വം ബദരീവനം ഗച്ഛ, ബദരീവനത്തിലേക്ക് നീ പോയാലും, തത്ര ഏവ അവിടെ തന്നെ, മാം സ്മരന്തിം ത്വം എന്നെ സ്മരിച്ചിരുന്നോളൂ. ഇതം ഭൂതപഞ്ചകം ത്യക്ത്വ, കുറച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ കളഞ്ഞിട്ട് ത്യജിച്ചിട്ട്,
പരമാത്മാനം മാം ഏവ, പരമാത്മാവായ എന്നെ തന്നെ അചിരാത് പ്രതിപദ്യസേ, കാലതാമസമില്ലാതെ പ്രാപിക്കും. എത്ര നല്ല വരം കൊടുത്തു അല്ലേ. ഹേ മഹാഭാഗ്യവതി, നിൻ്റെ അഭീഷ്ടം സാധിക്കട്ടെ. തഥാസ്തു എന്ന് പറയുകയാണേ. നീയെ ബദര്യാശ്രമത്തിൽ പോയി അവിടേക്ക് പൊക്കോളൂ. അവിടെ ഇരുന്ന് എന്നെ സ്മരിച്ചും കൊണ്ട് ഈ ശരീരത്തിനെ വെടിഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ എന്നെ സ്മരിച്ച് ഈ ശരീരം വെടിഞ്ഞ ശേഷം പരമാത്മാവായ എന്നെ തന്നെ നീ വേഗത്തിൽ പ്രാപിക്കും. അതായത് ബദര്യാശ്രമത്തിലിരുന്ന് തപസ് ചെയ്ത് ശരീരം വെടിയണവർക്ക് സായുജ്യമുക്തി ലഭിക്കുന്നും കൂടി ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ചാൽ ശ്രീരാമൻ പറഞ്ഞു, സ്വയംപ്രഭോടെ ബദരാശ്രമത്തിൽ പോയി തപസ് ചെയ്തോളൂ. അങ്ങനെ എന്നെ സ്മരിച്ച് പിന്നെ അവിടെ സായുജ്യം നിനക്ക് കിട്ടും. അത്ര പുണ്യസ്ഥലമാണ് ബദരി. അപ്പം അതും കൂടി ഇതിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ബദര്യാശ്രമത്തിൽ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ട് ആരാണ് ശരീരം ഉപേക്ഷിക്കുന്നവരെ അവർക്ക് സായുജ്യമുക്തി കിട്ടുന്ന നമ്മളോട് പറയണതും കൂടിയായിട്ട് നമുക്ക് കാണാം ഇതിന്. ശ്രീരാമോവാച ഭവത്വേവം മഹാഭാഗേ ഗച്ഛത്വം ബദരീവനം തത്രൈവ മാം സ്മരന്തി ത്വം ത്യക്ത്വേദം പഞ്ചകം മാമേവ പരമാത്മാനമചിരാൽ പ്രതിപദ്യസേ. ഇനി അവസാനത്തെ ശ്ലോകമാണ് അല്ലേ? അതെ, ഈ സർഗത്തിലേട്ടോ. എൺപത്തിമൂന്നാം ശ്രുത്വാ രഘൂത്തമവചോമൃതസാരകൽപ്പം ഗത്വാ തദൈവ ബദരീതര തരു ഷണ്ഡ ജുഷ്ടം തീർത്ഥം ദദാ രഘുപതിം മനസാ സ്മരന്തി ത്യക്ത്വാ കളേവരമവാപ പരം പദം സാ. അമൃതസാരകൽപ്പം, അമൃതരസതുല്യമായ രഘൂത്തമവച ശ്രുത്വ, രഘൂത്തമൻ്റെ വാക്യം കേട്ടിട്ട് ബദരീ തരു ഷണ്ഡജുഷ്ടം വനം, ബദരീ വൃക്ഷങ്ങൾ ധാരാളമുള്ള, അതായത് ബദരി വനത്തെ തദായവ ഗത്വ, അപ്പോൾ തന്നെ ബദരിക്ക് പോയി. തീർത്ഥം രഘുപതി, പരിശുദ്ധ സ്വരൂപനായ രാമനെ മനസാ സ്മരന്തി സാ, മനസ്സുകൊണ്ട് സ്മരിക്കുന്ന അവൾ, കളേവരം ത്യക്ത്വ, തൻ്റെ ശരീരത്തെ കുറച്ചു കാലം അങ്ങനെ ഭഗവാനെ സ്മരിച്ചിരുന്നു. എന്നിട്ട് ശരീരത്തെ വെടിഞ്ഞിട്ട് പരംപദം അവാപ, പരമപദത്തെ പ്രാപിച്ചു. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ അമൃതരസത്തിന് തുല്യമായിട്ട് ഉള്ള ഈ ശ്രീരാമവചനം കേട്ടിട്ട് അപ്പം തന്നെ ആ പറഞ്ഞതിന് ഒരു സമയം പോലും കളയാതെ ഈ ബദരീ വനത്തിലേക്ക്, അതായത് ബദരീ വൃക്ഷം സമൂഹം ഉള്ള ആ വനത്തിലേക്ക്, ബദര്യാശ്രമത്തെ പ്രാപിച്ചിട്ട് പരിശുദ്ധ ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഈ ശരീരത്തെ വെടിഞ്ഞു. ആര്? ആ സ്വയംപ്രഭ. അങ്ങനെ പരമപദത്തെ, അല്ലെങ്കിൽ എന്താ, ഭഗവത് സായുജ്യം തന്നെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ സർഗം അവസാനിപ്പിക്കണത്. അപ്പം നമുക്ക് ശ്രുത്വാ രഘൂത്തമവചോമൃതസാരകൽപ്പം ഗത്വാ തദൈവ ബദരീ തരുഷണ്ഡജുഷ്ടം തീർത്ഥം ദദാ രഘുപതിം മനസാ സ്മരന്തി ത്യക്ത്വാ കളേവരമവാപ പരം പദം സാ. ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ ഷഷ്ഠ സർഗഃ. അപ്പം നമ്മളിപ്പോൾ കിഷ്കിന്ധാകാണ്ഡം 6-ാം സർഗം കഴിഞ്ഞു. ഇനി 7-ാം സർഗമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് എഴുത്തച്ഛൻ്റെയും കൂടി നമുക്ക് ഇത് വായിച്ച് നോക്കാം. സ്വയംപ്രഭാഗതി എന്ന് പറഞ്ഞിട്ട്, അതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. സ്വയംപ്രഭാഗതി, പിന്നെ നല്ലൊരു സ്വയംപ്രഭയുടെ സ്തുതി, പിന്നെ അവസാനം അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് വായിച്ച് നോക്കാം. എത്ര നല്ല ഇതാണ് ആ അവസാനത്തെ ഭാഗം. എല്ലാ ഭാഗവും ഭംഗിയാണ് കേട്ടോ, പക്ഷേ അധികം ഒരു ഭംഗിയുണ്ട് തോന്നുക അവസാനത്തെ ഭാഗം. അപ്പോൾ ഓരോരുത്തർ ഓരോ ഇത് പറയണമെന്നൊക്കെ പറഞ്ഞില്ല, അത് നമുക്ക് ആ ഭാഗം തൊട്ട് വായിക്കാം കേട്ടോ.
മേദിനി തന്നെ അല്ല, അതല്ല, അതുമല്ല. അതിനും ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതില്യം മനൂജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളം കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ, ഇതിലാണ് പറഞ്ഞ പലതരത്തിൽ ഭഗവാന്റെ അവതാരം ഓരോ കാരണം കൊണ്ടാണെന്ന് ഓരോരുത്തർ ഓരോ കാരണം പറയണമെന്ന് പറഞ്ഞുല്ലോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തു ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ അതന്നെ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകഥാപീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ. മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ. ചിലർ പറയുന്നു ദശരഥൻ്റെ തപത്തിന് ഫലം കൊടുക്കാനാണെന്ന് അല്ലേ. പിന്നെ ചിലരെന്താ സിദ്ധയെ നിർണയമെന്നും ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സ്രഷ്ടാവു താൻ അപേക്ഷിക്കയാൽ, അതായത് ബ്രഹ്മാവേ, സ്രഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ, ഭൂഭാരം തീർക്കാനേ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചമ്പോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനി ജനം ഒന്നും തിരിച്ചറിയാവതുമല്ലമേ. ഓരോരുത്തർ ഭഗവാന്റെ അവതാരത്തിന് കാരണം ഓരോന്നാ പറയണു. എനിക്കതൊന്നും അറിയില്ല എന്ന് പറയല്ലേ സ്വയംപ്രഭ. യാതൊരുത്തൻ ത്വൽകഥകൾ ഒന്ന് മാത്രം എനിക്കറിയാം. എന്താ അറിയോ? യാതൊരുത്തൻ ത്വൽകഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവർണവർത്തെ കടന്നിടുവാൻ. അവർക്ക് ഈ സംസാരസാഗരം കടക്കാൻ വിഷമില്ല. കാണാമവന്നു നിൻ പാദപങ്കേരുഹം. അത് ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് സംസാരം കടക്കാനുള്ള തോണിന്ന്. ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ. എനിക്കെങ്ങനെ അറിയാം മായയിൽ കിടക്കണം? എനിക്ക് അങ്ങയുടെ മായയ്ക്ക് അതീതനായ അങ്ങയെ എങ്ങനെ അറിയാം എന്നാണ്. എങ്ങനെ ഉള്ളവണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. എനിക്ക് അങ്ങയെപ്പറ്റി ഒന്നും അറിയില്ല, അങ്ങയെ സ്തുതിക്കാനും അറിയില്ല. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കപികുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. ഞാൻ നമസ്കരിക്കുന്നു. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയംപ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. അപ്പം രാമൻ ചോദിക്കുകയാണല്ലോ, മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി എന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ. നിനക്ക് എന്താ ആഗ്രഹം ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞേ? എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. എന്താ പറഞ്ഞേ? ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭി വസിക്കിലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. എവിടെ വസിച്ചാലും എൻ്റെ ഭക്തിക്ക് ഇളക്കം വരരുത്. ത്വൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനർ ഉൾപ്പൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം. നല്ല ഭക്തന്മാരുടെ സംഘം വേണം. പിന്നെയോ പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കണമെൻ മാനസം. പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകൂട കടക കടീസൂത്രഹാര മകര മണിമയ കുണ്ടല നൂപുര ഹേമംഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ
വേണ്ട വരം വിഭോ. പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവൻ അതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. അത് മാത്രമേ വേണ്ടൂ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞ എന്താ? ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു. മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ഈ വ്യാസൻ്റെ അധ്യാത്മരാമായണത്തെ പറഞ്ഞ എക്സാക്ട്ലി അതുപോലെയാണ്. കണ്ടോ? ബദര്യാശ്രമത്തേക്ക് പൊക്കോളൂ. പിന്നെ മുക്ത്വാ കളേബരം സെയിം വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നിൻ്റെ ശരീരം വെടിഞ്ഞുമ്പോൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള നിൻ്റെ ശരീരം വെടിഞ്ഞോളൂ, അപ്പോൾ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. നിനക്ക് പുനരാവർത്തിരഹിതമായ മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു അല്ലേ. ശ്രുത്വാ രഘൂത്തമ വാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യയം. അങ്ങനെ സ്വയംപ്രഭയുടെ മുക്തിയാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിർത്താം. അതായത് ഇനി കിഷ്കിന്ധാകാന്ഡം 7-ാം സർഗം നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.